ഹായ് ഹലോ വെൽക്കം മക്കളെ, എല്ലാവർക്കും സ്കൂളിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് യദു, കെമിസ്ട്രി ഫാക്കൽറ്റിയാണ്. അപ്പോൾ നമ്മളിന്ന് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 10th CBSEയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എന്ത് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ രണ്ട് പാർട്ടായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. എന്താണ്, ഒന്നാമത്തെ പാർട്ടിൽ നമ്മളൊരു ഇക്വേഷൻ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു ഷോർട്ട് കട്ടൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, എങ്ങനെ ഒരു കെമിക്കൽ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യാം, കോംപ്ലക്സ് ആയിട്ടുള്ള ഇക്വേഷൻസ് എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് കട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്നെ എന്താണ് കെമിക്കൽ റിയാക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ എന്തുവാ ഡിസ്കസ് ചെയ്തത്, കുറേ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് അല്ലേ, ലൈക്ക് കോമ്പിനേഷൻ റിയാക്ഷൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ്, ഓക്സിഡേഷൻ, റിഡക്ഷൻ റിയാക്ഷൻസ്, റിഡോക്സ് റിയാക്ഷൻസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആൻഡ് ഓൾസോ പിന്നെ രണ്ട് പ്രോസസ്സ് ലൈക്ക് റാൻസലിറ്റി, കൊറോഷൻസ് എന്ന് പറയുന്ന കുറച്ച് പ്രോസസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, വളരെ ചെറിയ കോൺസെപ്റ്റുകളുള്ള ഒരു ചാപ്റ്ററാണ് അല്ലേ, വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ. സോ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, മാർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫുൾ മാർക്ക് തന്നെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. സോ എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് അടിപൊളിയായിട്ട് സെറ്റാക്കി പഠിക്കുക, ഒത്തിരി എഫേർട്ട് ഇടുക. എന്താണ്, 10th ആണ്, ബോർഡ് എക്സാംസ് ആണ്. സോ എന്ത് ചെയ്യുക, അതിൻ്റേതായിട്ടുള്ള എഫേർട്ടും അതിൻ്റേതായിട്ടുള്ള സീരിയസ്നെസ്സോട് കൂടി പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് നമ്മുടെ CBSE ബോർഡ് എക്സാംസ് ഒക്കെ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. സോ നമ്മൾ ടൈമൊന്നും വേസ്റ്റ് ചെയ്യാണ്ട് നമ്മൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇറ്റ് ഈസ് എ കെമിക്കൽ റിയാക്ഷൻ. എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ വളരെ സിമ്പിളാണ്. എന്താണ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഒന്നുമില്ലട മക്കളെ, എന്താണ് നമ്മുടെ ഒന്നിൽ കൂടുതലോ സബ്സ്റ്റൻസസ് ലൈക്ക് വാട്ട് വി കോൾഡ് റിയാക്റ്റൻസ് എന്ന് നമുക്ക് പറയാം അല്ലേ. ഈ റിയാക്റ്റൻസ് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്തിട്ട് പുതിയ കുറച്ച് സബ്സ്റ്റൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു വിത്ത് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. ഓക്കെ, ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള വേറെ കുറച്ച് സബ്സ്റ്റൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. സോ by definition we can simply say that it is a process in which one or more substances react. Reactants എന്ന് പറയുന്നത് are converted into new substances ഫോം ചെയ്യുന്നു, which is what we called the products with different properties. ഓക്കെ, ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള കുറച്ച് സബ്സ്റ്റൻസസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? വളരെ സിമ്പിളാണ്. എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ? It is a process in which one or more substances, what we call the reactants, are converted into new substances, what we call the products with different properties. Okay, different properties ഉള്ള കുറച്ച് പുതിയ സബ്സ്റ്റൻസസുകളെ കൺവേർട്ട് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് എ കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, റൈറ്റ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ സിങ്ക് റിയാക്ട് വിത്ത് സൾഫ്യൂരിക് ആസിഡ് ടു ഫോം സിങ്ക് സൾഫേറ്റ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. നോക്കിയേ, നമ്മുടെ സിങ്ക് എന്ന് പറയുന്നത് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് അല്ലെ, H2SO4 റിയാക്ട് ചെയ്തിട്ടുണ്ട് വെച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്തുവാ, സിങ്ക് സൾഫേറ്റ് പ്ലസ് H2 അല്ലേ, സിങ്ക് സൾഫേറ്റ് പ്ലസ് H2. ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിങ്ക് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് യു വിൽ ബി ഗെറ്റ് സിങ്ക് സൾഫേറ്റ് പ്ലസ് H2. ഇനി ഇത് ബാലൻസ്ഡ് ആണോ നോക്കിയേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു സിങ്ക് ആറ്റം ആണുള്ളത്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരെണ്ണം, സൾഫേറ്റ് മോളിക്യൂൾ ഒരെണ്ണം, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരെണ്ണം, ഹൈഡ്രജൻ രണ്ടെണ്ണം, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ. സോ ദിസ് ഈസ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ. ഓക്കെ, ഇത് തന്നെയാണ് എന്ത്, ബാലൻസ്ഡ് ഇക്വേഷൻ. ഓൾറെഡി ബാലൻസ്ഡ് കണ്ടീഷനിലാണ്. സോ വാട്ട് ഈസ് ദ ആൻസർ, സിങ്ക് പ്ലസ് H2SO4 gives സിങ്ക് സൾഫേറ്റ് പ്ലസ് H2. ഓക്കെ, സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിയേ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻ. നോക്കിയേ, ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, ഇത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ഓൾറെഡി നമ്മൾ കുറേ ലെറ്റേഴ്സൊക്കെ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് എയും ബിയും കൂടി കമ്പൈൻ ചെയ്ത് AB ആവുന്നതാണ്.
എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ ഫോർമുലാസൊക്കെ വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ റിയാക്ഷൻസ് നമ്മുടെ ക്ലാസ്സുകളിൽ. അപ്പം അതേപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? യെസ്, വളരെ ജനറലായിട്ട് നമുക്ക് അയേൺ എന്ന് പറയുന്ന കോമ്പൗണ്ട് എന്താണ്? അയേൺ ആൻഡ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ കോപ്പറിനെ എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്യുന്നു അല്ലേ? കോപ്പറിനെ റീപ്ലേസ് ചെയ്യുന്നു, അയൺ അവിടോട്ട് കയറിയിരിക്കുന്നു. സോ ദാറ്റ് ഈസ് അയൺ സൾഫേറ്റ് പ്ലസ് കോപ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, ഒരു കോമ്പൗണ്ടിൽ നിന്ന് ആ ഒരു സബ്സ്റ്റൻസസിനെ ഡിസ്പ്ലേസ് ചെയ്ത് മറ്റൊരു സബ്സ്റ്റൻസ് അവിടെ കയറിയിട്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് റിയാക്ഷൻസിനെ നമ്മൾ എന്തുവാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അല്ലേ? യെസ്, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയും. സോ ദിസ് ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. എന്താണ്? അയേൺ എന്ന് പറയുന്നത് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് കോപ്പറിൻ്റെ പ്ലേസ് എന്ത് ചെയ്തു? കോപ്പറിൻ്റെ പ്ലേസിൽ പോയിട്ടിരുന്നു. സോ ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. സെറ്റ് അല്ലേ? കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിതിനെ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റം ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷനിൽ പോയിട്ടിരിക്കുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ബാലൻസ് എ കെമിക്കൽ ഇക്വേഷൻ? എന്തിനാണ് നമ്മൾ ഒരു കെമിക്കൽ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. എന്തിനാണ് നമ്മളൊരു കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യുന്നത്? യെസ്, ടു ഒബേ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലേ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ ഒബേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യുന്നത്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? മാസസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫോം ടു അനദർ അല്ലേ? മാസസ് നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കാനും പറ്റില്ല, ഉള്ള മാസ് നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല, പക്ഷെ നമുക്കതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള റിയാക്റ്റൻസിലെ ആറ്റംസും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള പ്രോഡക്ട്സിലെ ആറ്റംസും സെയിം നമ്പർ ആയിരിക്കും. ഓക്കെ, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള റിയാക്റ്റൻസിൻ്റെ ആറ്റംസും പ്രോഡക്ട്സിലെ ആറ്റംസിൻ്റെയും നമ്പർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. LHS ഈസ് ഓൾവേസ് ഈക്വൽ ടു RHS. ഓക്കെ, മാസ് കൺസർവേഷൻ. ഓക്കെ, സെറ്റ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ബൈ ഡെഫിനിഷൻ നമുക്ക് എന്ത് പറയാം? ടു ഒബേ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് which states that mass can neither be created nor be destroyed during a chemical reaction. So this is what we call the law of conservation of mass, and അതാണ് എന്തിൻ്റെ റീസൺ എന്ന് പറയുന്നത്? നമ്മളൊരു കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. റൈറ്റ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ഓഫ് കാൽഷ്യം വിത്ത് വാട്ടർ. വൈ ഡസ് ദ സൊല്യൂഷൻ ബിക്കംസ് ബേസിക് ഇൻ നേച്ചർ? നോക്കിയേ, എന്തിനാ നമുക്ക് കെമിക്കൽ ഇക്വേഷൻ എഴുതണം? എന്തിൻ്റെ എഴുതണ്ടേ? കാൽഷ്യം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്ട്സിൻ്റെ കെമിക്കൽ ഇക്വേഷൻ നമുക്ക് എഴുതണം. ആൻഡ് ഓൾസോ ഒരു ക്വസ്റ്റ്യൻ കൂടി ആഡ് ഓൺ ആയിട്ട് തന്നിട്ടുണ്ട്. എന്താണ്? എന്തുകൊണ്ടാണ് ആ സൊല്യൂഷൻ ബേസിക് നേച്ചർ ആവുന്നത്? സോ നമുക്ക് നോക്കാം. കാൽഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് വെച്ചാൽ നമുക്ക് എന്ത് പ്രോഡക്റ്റാണ് കിട്ടുന്നത് മക്കളെ? ദാറ്റ് ഈസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. എന്തുവാ? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് H2. ഓക്കെ, ഈ കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് എന്തുവാ? ബേസിക് ആണ് അല്ലേ? ഇത് ബേസിക് ആണ് അഥവാ ബേസ് ആണ്. സോ അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ബേസിക് ആണ്. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ മറ്റൊരു പേര് പറഞ്ഞേ? സ്ലേക്കഡ് ലൈം അല്ലേ? സ്ലേക്കഡ് ലൈം എന്ന് നമ്മൾ പറയും. സോ കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? സ്ലേക്കഡ് ലൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതെന്താണ്? ഒരു ബേസിക് ആണ്. സോ അതുകൊണ്ടാണ് എന്ത് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ബേസിക് നേച്ചറായിട്ട് മാറിയത്. സെറ്റ് അല്ലേ? യെസ്. നോക്കിയേ, നമ്മുടെ ആൻസർ എന്തുവാ? കാൽഷ്യം പ്ലസ് 2H2. സി, കുറച്ച് മുന്നേ ഞാൻ എഴുതിയത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അല്ല കേട്ടോ. സോ എന്താണ്? കാൽഷ്യം പ്ലസ് 2H2. Calcium plus 2H2 gives calcium hydroxide plus H2. This is the correct balanced equation. Okay, രണ്ട് H2 molecules ആണ് റിയാക്ട് ചെയ്യുന്നത്. So this is the balanced equation. And നോക്കിയാൽ the solution becomes basic due to the formation of calcium hydroxide, which is a strong base. Okay, which is a strong base. So set ആണ്, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നോക്കിയേ, നെക്സ്റ്റ്
ക്വസ്റ്റ്യൻ എന്തുവാ? റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ലെഡ് നൈട്രേറ്റ് ആൻഡ് പൊട്ടാഷ്യം അയോഡൈഡ്, മെൻഷൻ ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻ. നമുക്ക് ലെഡ് നൈട്രേറ്റും പൊട്ടാഷ്യം അയോഡൈഡും തമ്മിലുള്ള റിയാക്ഷൻസ് ആണ് എഴുതേണ്ടത്. ആൻഡ് ദ ടൈപ്പ് ഓഫ്, മെൻഷൻ ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻ അല്ലേ? എന്താണ് നമുക്ക് അതിൻ്റെ റിയാക്ഷൻ ടൈപ്പും നമുക്ക് മെൻഷൻ ചെയ്യണം. സോ നോക്കിയേ, ലെഡ് നൈട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ PbNO3 ട്വൈസ്. ഓക്കെ, ലെഡ് നൈട്രേറ്റ് നമ്മുടെ ആരുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്? പൊട്ടാഷ്യം അയോഡൈഡുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ, പൊട്ടാഷ്യം അയോഡൈഡുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ എന്ത് വരും? PbI2 പ്ലസ് പൊട്ടാഷ്യം നൈട്രേറ്റ് അല്ലേ? ഇത് ബാലൻസ് ചെയ്തേ, 2 2. ഓക്കെ, സെറ്റ് അല്ലേ? PbNO3 ട്വൈസ് പ്ലസ് 2Ki ഗീവ്സ് PbI2 പ്ലസ് 2KNO3. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്തുവാ? PbNO3 ട്വൈസ് പ്ലസ് 2Ki ഗീവ്സ് PbI2 പ്ലസ് 2KNO3. സോ ഇനി ഇത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ്? ഓക്കെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ റിയാക്ഷനിൽ തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരെണ്ണം പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട്, അതായത് PbI2 എന്ന് പറയുന്നത് പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്ന റിയാക്ഷൻസുകളെല്ലാം ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്ന മിക്ക റിയാക്ഷൻസുകളും നമ്മുടെ അയോൺ എക്സ്ചേഞ്ച് റിയാക്ഷൻസുകളാണ് അല്ലേ? അയോൺ എക്സ്ചേഞ്ച് റിയാക്ഷൻസ് ആണ്, അഥവാ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് ആണ്. സോ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? കാരണം എന്താണ്? നമ്മളുടെ ആനയോണും കാറ്റയോണിൻ്റെയും എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത് അല്ലേ? ഒരു കോമ്പൗണ്ടിലെ ആനയോണും കാറ്റയോണും മറ്റൊരു കോമ്പൗണ്ടിലെ ആനയോൺസും കാറ്റയോൺസുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. സോ ഇവിടെ ആനയോൺസിൻ്റെയും കാറ്റയോൺസിൻ്റെയും എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് അയോൺ എക്സ്ചേഞ്ച് റിയാക്ഷൻ. സോ അതർവൈസ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. സെറ്റ് അല്ലേ മക്കളെ? യെസ്, ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആൻഡ് precipitation റിയാക്ഷൻ. സോ ദിസ് ഈസ് എ precipitation റിയാക്ഷൻ, വാട്ട് വി കോൾഡ് ദ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. സെറ്റാണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. യെസ്, നമ്മുടെ അടുത്ത ടൈപ്പ് ഓഫ് റിയാക്ഷൻ നോക്കിയാൽ ക്വിക്ക് ലൈം ഈസ് ആഡഡ് ടു ദ വാട്ടർ ഇൻ എ ബീക്കർ, നെയിം ആൻഡ് ഡിഫൈൻ ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആൻഡ് റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. നോക്കിയാൽ ക്വിക്ക് ലൈം എന്ന് പറയുന്നത് നമ്മൾ വാട്ടറിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ നെയിം ആൻഡ് ഡിഫൈൻ ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആൻഡ് റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. സോ ദിസ് ഈസ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. കാൽഷ്യം ഓക്സൈഡ് പ്ലസ് H2O, you will be get calcium hydroxide അല്ലേ? കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, വാട്ട് വി കോൾഡ് ദ സ്ലേക്കഡ് ലൈൻ. ആൻഡ് കാൽഷ്യം ഓക്സൈഡിനെ നമ്മൾ എന്തുവാ പറയുന്നത്? വിച്ച് ഈസ് വാട്ട് വി കോൾഡ് ദ ക്വിക്ക് ലൈം അല്ലേ? ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് ദ ക്വിക്ക് ലൈം. സോ ക്വിക്ക് ലൈം എന്ന് പറയുന്നത് നമ്മളുടെ വാട്ടർ മോളിക്യൂളായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? സ്ലേക്കഡ് ലൈം ആണ്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി ഇത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ്? നമ്മൾ ശ്രദ്ധിച്ച്, ഇത് ഏതാണ്? കോമ്പിനേഷൻ റിയാക്ഷൻസ് ആണ് അല്ലേ? അതായത് A + B gives AB എന്ന് പറയുന്നത് അല്ലേ? ദാറ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ്. ഒറ്റ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നുള്ളൂ. സോ അതെന്താണ്? ഒരു കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, ഒറ്റ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ റിയാക്ഷൻ. സെറ്റാണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ എ റിയാക്ഷൻ where two or more substances combine to form a single product and that is called a combination reaction. So ഇതൊരു കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. സെറ്റ് അല്ല? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. Why are food products like chips packed in nitrogen gas? എന്തിനാണ് നമ്മൾ ചിപ്സ് പോലുള്ള സ്നാക്സുകൾ നമ്മൾ നൈട്രജൻ ഗ്യാസിൽ പാക്ക് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ റീസൺ? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? വാട്ട് വി കോൾഡ് ദ റാൻസിഡിറ്റി അല്ലേ? റാൻസിഡിറ്റി എന്ന് പറയുന്ന പ്രോസസ്സിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, ടു പ്രിവെൻറ്റ് ദ റാൻസിഡിറ്റി വിച്ച് ഈസ് കോസ്ഡ് ബൈ ദ ഓക്സിഡേഷൻ ഓഫ് ഓയിൽസ് ഓർ ഫാറ്റ് ബൈ ദ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ. അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ഓയിൽസിനും ഫാറ്റിനും ഓക്സിഡേഷൻ സംഭവിക്കും, വിച്ച് കോസസ് ഓർ വിച്ച് ലീഡ് ടു ദ ബാഡ് സ്മെൽ അല്ലേ? അതെന്തിന് ലീഡ് ചെയ്യുന്നു? ബാഡ് സ്മെല്ലിന് ലീഡ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ എന്തായിരിക്കും? നമ്മുടെ സ്നാക്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു പോകും? നാശമായി പോകും അല്ലേ? സോ ഈ ഒരു റാൻസിഡിറ്റി എന്ന് പറയുന്ന പ്രോസസ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
ആൻറ്റി ഓക്സിഡൻറ്റുകളായിട്ടുള്ള നൈട്രജൻ പോലുള്ള കോമ്പൗണ്ട്സുകൾ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ, ഫൈൻ. ആൻഡ് വൈ ഷുഡ് മെഗ്നീഷ്യം റിബൺ ബി ക്ലീൻഡ് ബിഫോർ ബേൺ? എന്തിനാണ് നമ്മൾ മെഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുന്നതിന് മുന്നേ ക്ലീൻ ചെയ്യുന്നത്? ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തിനാണ് നമ്മൾ മെഗ്നീഷ്യം റിബൺ ക്ലീൻ ചെയ്യുന്നത്? അതിൻ്റെ മുകളിലുള്ള ഓക്സൈഡ് ഫിലിം പോവാൻ അല്ലേ, ഓക്സൈഡ് ലെയർ റിമൂവ് ആയി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലീൻ ചെയ്യുന്നത്. അതായത് ബേണിങ്ങിന് മുന്നേ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്യുവർ മെഗ്നീഷ്യം ബേണിങ് കാണാനായിട്ട് പറ്റും. അതർവൈസ് എന്തായിരിക്കും? ഓക്സൈഡ് ലെയർ അതിൻ്റെ മുകളിൽ പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ടു റിമൂവ് ദ ഓക്സൈഡ് ലെയർ ദാറ്റ് പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം ബേണിങ് പ്രോപ്പർലി. മെഗ്നീഷ്യം പ്രോപ്പറായിട്ട് ബേൺ ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് ഇതിന് മുകളിലുള്ള ഓക്സൈഡ് ഫിലിം എന്ന് പറയുന്നത്. സോ ഈ ഓക്സൈഡ് ലെയർ റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് ക്ലീൻ ചെയ്യുന്നത്, മെഗ്നീഷ്യം റിബൺ ക്ലീൻ ചെയ്യുന്നത് ബേണിങ്ങിന് മുന്നേ. ഓക്കെ അല്ലേ? ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സെയിം ടോപ്പിക്കാണ്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് റാൻസിഡിറ്റി? യെസ്, അതിൻ്റെ ആൻസറാണ് നമ്മളുടെ മുകളിലത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത് അല്ലേ. എന്താണ് റാൻസിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നത്തിങ് ബട്ട് ഓക്സിഡേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് ഓർ ഫാറ്റ് ബൈ ദ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ. അറ്റ്മോസ്ഫിയറിൻ്റെ ഓക്സിജൻ കാരണം ഫാറ്റിനും ഓയിൽസിനും എന്ത് സംഭവിക്കണം? ഓക്സിഡേഷൻ സംഭവിക്കും. ആൻഡ് വിച്ച് റിസൾട്ടിങ് ഇൻ ബാഡ് സ്മെൽ ആൻഡ് ടേസ്റ്റ് അല്ലേ. അത് എന്തിന് റിസൾട്ട് ചെയ്യുന്നുണ്ട്? ബാഡ് സ്മെല്ല്, അതുപോലെ തന്നെ ബാഡ് ടേസ്റ്റ് ഇതിന് കോസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റിസൾട്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് ദ റാൻസിഡിറ്റി. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാൻസിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് കൊറോഷൻ? എന്താണ് കൊറോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കൊറോഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് എ ഗ്രാജുവൽ ഡിഗ്രഡേഷൻ ഓഫ് എ മെറ്റൽ അല്ലേ. ഒരു മെറ്റലിൻ്റെ ഗ്രാജുവൽ ആയിട്ടുള്ള ഡിസ്ട്രക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാജുവൽ ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റൽസ് ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് എയർ, മോയ്സ്ചർ ഓർ കെമിക്കൽസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊറോഷൻ എന്ന് പറയുന്നത് അല്ലേ. ഓർമ്മയില്ലേ? ഇതിനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് കൊറോഷൻ? വിച്ച് ഇസ് ദ ഗ്രാജുവൽ ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റൽസ് ഡ്യൂ ടു ആക്ഷൻ ഓഫ് moisture or chemicals. Okay, set. And next question okay. What is oxidation and reduction? See already നമ്മൾ പറഞ്ഞത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കുകളാണ് എന്ത് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഓക്സിഡേഷനും റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ അഡീഷൻ ആണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ്റെ റിമൂവൽ ആണ് അല്ലേ. യെസ്, അത്രയേ ഉള്ളൂ. So oxidation is a gaining of oxygen or loss of electrons. Reduction is the loss of oxygen or gaining of electrons. Okay. So yes, and also here question okay. What is balanced chemical equation? Why should chemical equation to be balanced? നമ്മൾ ഓൾറെഡി ഫസ്റ്റ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോഴേ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. എന്തിനാണ് കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്? ടു ഒബേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ആറ്റംസുകളുടെ എണ്ണവും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആറ്റംസുകളുടെ എണ്ണവും സെയിം ആയിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ആൻഡ് റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ഫോളോയിങ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ഇൻ ഈച്ച് കേസസ്. ഓക്കെ, KBr plus BaI2 gives KI plus BaBr2 അല്ലേ. ഇവിടെ എന്താണ്? അയോൺ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. സോ ഇത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ്? വിച്ച് ഈസ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അല്ലേ. ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആണ്. നോക്കിയേ, ആനയോണും കാറ്റയോണും എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ഇനി ഇത് ബാലൻസർ ആണെന്ന് നോക്കിയേ. ഒരു പൊട്ടാഷ്യം ഒരു പൊട്ടാഷ്യം ആൻഡ് ഇവിടെ 2 അയഡിൻ ഉണ്ട്. സോ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 അയഡിൻ എഴുതണം. ആൻഡ് ഇപ്പോൾ 2 പൊട്ടാഷ്യമായി മാറി. സോ ഇവിടെ 2 പൊട്ടാഷ്യം ഇട്ടു. സോ 2 പൊട്ടാഷ്യം 2 ബ്രോമിൻ 1 ബേരിയം. യെസ്, അയഡിൻ ബാലൻസ്ഡ് ആയി അല്ലേ. സെയിം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതെന്താണ്? ഇത് ഓൾറെഡി ബാലൻസ്ഡ് ആണ് അല്ലേ. യെസ്, ഇത് ഓൾറെഡി ബാലൻസ്ഡ് അല്ലേ. സിങ്ക് ഒരെണ്ണം, കാർബൺ ഓക്സൈഡ്. യെസ്, ഇത് ബാലൻസ്ഡ് ആണ്. ആൻഡ് നോക്കിയേ, ഇത് നോക്കിയേ, 2 ഹൈഡ്രജൻ, ഇവിടെ ഒരു ക്ലോറിൻ ആണ്. സോ നമ്മളിവിടെ 2 ക്ലോറിൻ ഇട്ട് കൊടുത്തു ആൻഡ് ഇവിടെ 2 HCl ഇട്ട് കൊടുത്തു. ഇപ്പോൾ ബാലൻസ്ഡ് ആയി. ആൻഡ് ഇത് നോക്കിയേ, Mg പ്ലസ് HCl gives MgCl2. സോ 2 ക്ലോറിൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇട്ട് കൊടുത്തു
ആൻഡ് 2 ഹൈഡ്രജൻ ഉണ്ട്. ഇപ്പോൾ 2 ഹൈഡ്രജൻ ബാലൻസ്ഡ് ആയി, മെഗ്നീഷ്യം ബാലൻസ്ഡ് ആയി. സോ ദിസ് ഈസ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് ഓഫ് ദീസ്. ഓക്കെ, സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, സെറ്റ് അല്ലേ? ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് എന്നാണ് കൂടി പറയുന്നത് അല്ലേ. സോ ദിസ് ഈസ് വാട്ട് വി കോൾഡ്, ഇതെന്തോ സംഭവിക്കുന്നത്, ഡീകമ്പോസ് ചെയ്യാണ് അല്ലേ. ഡീകമ്പോസ് ചെയ്തിട്ട് അതിൻ്റെ കമ്പോണൻസ് ആയിട്ട് മാറുകയാണ്. സോ ദിസ് ഈസ് എ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഓക്കെ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് ഈസ് കോമ്പിനേഷൻ റിയാക്ഷൻ അല്ലേ, കോമ്പിനേഷൻ റിയാക്ഷൻ. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് നോക്കിയേ, മെഗ്നീഷ്യം എന്ത് ചെയ്യാണ്, ഡിസ്പ്ലേസ് ചെയ്യാണ് അല്ലേ. സോ ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. So that is all about that particular question. So we are just concluding our topic of discussion for today. നമുക്ക് ബാലൻസ് ഇനി വരുന്ന അപ്കമിങ് വീഡിയോസിൽ ഇത്തിരി കൂടി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, യെസ്. സോ ഹായ് ആൻഡ് സോറി, ഹായ് അല്ല, ബൈ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, സി യു.